അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يوفى الصابرون أجرهم بغير حساب. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم: الصبر نصف الإيمان. صدق رسوله الكريم وعلى آله وصحبه. الصلاة والسلام عليك يا رسول الله. خذ بيدي كالتي هيلتي أدركني يا رسول الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും പുണ്യ കർമ്മമായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അനുസൃതമായി ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയം ഈമാനോടുകൂടി സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മരിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെയും പരലോകം അള്ളാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. നമ്മുടെ നാടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ രോഗികളായി വിഷമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും റബ്ബ് ശിഫ നൽകട്ടെ, സമാധാനം നൽകട്ടെ, ശാന്തി നൽകട്ടെ. എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ നന്മ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വളരെ ഏറെ ശ്രദ്ധയോടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ ഇടപെടേണ്ടുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് സ്വബർ, ക്ഷമ എന്നുള്ളത്. ക്ഷമ എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. ക്ഷമിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലമാണ് റബ്ബ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ക്ഷമ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുമാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പല സ്ഥലങ്ങളിലും ക്ഷമയെപ്പറ്റി അള്ളാഹു നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു പറയുന്നുണ്ട്: യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസ്വാബിറൂ. സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കണം,
നിങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, ക്ഷമയിൽ മറ്റുള്ളവരെക്കാൾ നിങ്ങൾ മുന്നേറുക. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറയുന്നത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വലനബ്ലുവന്നകും തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കും, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് പേടിയാലും വിശപ്പിനാലും, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് സാമ്പത്തികമായ നഷ്ടങ്ങൾ കൊണ്ടും ശാരീരികമായ നഷ്ടം കൊണ്ടും, വസമറാത്തി പഴവർഗ്ഗങ്ങളുടെ നഷ്ടം കൊണ്ടും. ഇങ്ങനെയൊക്കെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, വബശ്ശിരിസ് സ്വാബിരീൻ നബിയെ, ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കും നബിയേ. അല്ലാഹു പരീക്ഷിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളാണ് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. പേടി, വിശപ്പ്, സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം അഥവാ മരണങ്ങൾ, അതുപോലെ പഴവർഗ്ഗങ്ങളുടെ നഷ്ടം അഥവാ ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയാം, അള്ളാഹുവിൻ്റെ പരീക്ഷണം വരും എന്ന് ഉറപ്പാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വലനബ്ലുവന്നകും തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പിന്നെ അല്ലാഹു പറഞ്ഞ എന്താ, ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് നബിയെ, ക്ഷമിക്കുന്ന ആളുകൾക്ക് അവർക്ക് ധാരാളമായ പ്രതിഫലം ഉണ്ടാകും നബിയെ. കണക്കില്ലാത്ത പ്രതിഫലം ക്ഷമിക്കുന്ന ആളുകൾക്കുണ്ട് നബിയെ. അവരുടെ പ്രതിഫലം എത്രയാണെന്ന് പറയാൻ കഴിയില്ല. അത്രമാത്രം വലിയ പ്രതിഫലങ്ങളുടെ അവകാശികളാണ് ക്ഷമാശീലർ, ക്ഷമിക്കുന്നവർ. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹിന്റെ പ്രവാചകനോട് പരിശുദ്ധ ഖുർആൻ പറയാ. അള്ളാഹു പിന്നെ പറയുന്ന എന്താ, വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ ക്ഷമിക്കുന്നവർക്കും പാപമോചനം തേടുന്നവർക്കും അത് അവർ ചെയ്യുന്ന കാര്യം മഹത്തായ ഒരു കാര്യമാണ്. ക്ഷമിക്കുകയും പാപമോചനം തേടുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അള്ളാഹു പറയാണ്, ലമിൻ അസ്മിൽ ഉമൂർ അത് വലിയൊരു കാര്യം തന്നെയാണോ. അപ്പൊ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക, ക്ഷമിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയർന്നു വരിക എന്നുള്ളത് തന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ്. അഥവാ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല എന്നർത്ഥം. ക്ഷമ കൊണ്ട് സഹായം തേടാനുള്ള കൽപ്പന അള്ളാഹു പഠിപ്പിക്കും. രണ്ട് കാര്യങ്ങൾ കൊണ്ട് സഹായം തേടണം എന്നുള്ള പഠിപ്പിക്കുന്നുണ്ട്. തഈനു ബിസ്സബ്രി വസ്സലാം ഇന്നല്ലാഹ മഅസ്സാബിരീൻ ക്ഷമിക്കൽ കൊണ്ടും നിസ്കരിക്കൽ കൊണ്ടും നിങ്ങൾ സഹായം തേടുവീൻ.
കാരണം അള്ളാഹു ക്ഷമിക്കുന്നവരെ കൂടെയാണ്. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടുക. കാരണം അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് റബ്ബിന്റെ സഹായം ഉണ്ടാകും, ഉറപ്പാണ്. അള്ളാഹ് കൂടെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു വെറും പറച്ചിലല്ല. നമ്മുടെ നാടുകളിൽ അങ്ങനെ ചിലപ്പോൾ പറയാറുണ്ട്, നീ പ്രവർത്തിച്ചോ, നിന്റെ കൂടെ നമ്മൾ ഉണ്ടിട്ട് ഉറപ്പാണ്, പിന്നെ അവരുണ്ടാവില്ല. അള്ളാഹിന്റെ പറച്ചിൽ അങ്ങനല്ല. അള്ളാഹു കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മനുഷ്യനെ അള്ളാഹു സഹായിക്കുമെന്നുള്ളതാണ്. അൽ ബഖറയിൽ കാണാം ഈ ആയത്ത്. അള്ളാഹു നമ്മളെങ്ങനെ വീക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ആരൊക്കെ ക്ഷമിക്കുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നു, നമ്മളെ നിരീക്ഷിക്കുന്നു, നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. وَلَنَبْلُوَنَّكُمْ حَتَّى نَعْلَمَ الْمُجَاهِدِينَ مِنكُمْ وَالصَّابِرِينَ. നിങ്ങളിൽ ആര് ക്ഷമിക്കുന്നുവോ എന്ന് അള്ളാഹു നിങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹു മനുഷ്യന് ആപത്ത് കൊടുക്കും, എന്നിട്ട് അള്ളാഹു ക്ഷമിക്കുന്നുണ്ടോ എന്ന് നോക്കും. മനുഷ്യൻ ദുന്യാവിലേക്ക് വന്നത് തന്നെ അള്ളാഹുവിനെ അനുസരിക്കാനാണ്, അതിന് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ എന്താണോ, അള്ളാഹിന്റെ വിധി എന്താണോ അത് അനുസരിക്കുകയും അത് തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടുന്ന ബാധ്യത തന്നെയാണ്. അപ്പൊ അള്ളാഹു നമ്മളെങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് എന്തെങ്കിലും പരീക്ഷണങ്ങൾ തന്നിട്ട് ക്ഷമിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ അള്ളാഹ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം. ക്ഷമ എന്നുള്ളത് ഒരു പ്രകാശമാണ്. ക്ഷമ ഒരു പ്രകാശമാണ്, ഒരു വെളിച്ചമാണ്. അപ്പൊ ക്ഷമിക്കാനുള്ള ഒരു മനുഷ്യന്റെ മാനസികമായ അവസ്ഥ ആ മനുഷ്യനിൽ പുരോഗതി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യങ്ങളും അവനിക്ക് നന്മയാകും. എങ്ങനെ? അവനിക്ക് സന്തോഷം വരുമ്പോഴും അവനിക്ക് ദുഃഖം വരുമ്പോഴും ആ മനുഷ്യന് നന്മയുണ്ടാകും. അല്ലാഹുവിന്റെ റസൂല് പറയാ, ജബൽ അംരിൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ കാര്യം വളരെയേറെ അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവനിക്ക് നന്മയാണ്. അവന്റെ എല്ലാ കാര്യവും അവന് നന്മയാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, മുത്തുനബി പഠിപ്പിക്കുക, ഇത് മുഅ്മിനിനല്ലാതെ ഉണ്ടാവുകയില്ല. മുഅ്മിനിനല്ലാതെ ഈ ഒരു നന്മ ഉണ്ടാവൂല. അവനിക്ക് എല്ലതും നന്മയായിരിക്കും മുഅ്മിനിന്. മുത്തുനബി പഠിപ്പിക്കുകയാണ്, ഇൻ അസാബതു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു, മുഅ്മിനിന് ഒരു സന്തോഷം വന്നാൽ ശകറ, അവൻ നന്ദി ചെയ്യും. ഫകാന ഖൈറൻ ലഹു,
അതവനിക്ക് നല്ലതാണ്. അവനിക്കത് നല്ലതല്ലേ? അവനിക്കൊരു സന്തോഷം ഉണ്ടായാൽ, അവന്റെ കൃഷിയിടത്തിൽ അവനിക്ക് ലാഭമുണ്ടായാൽ, അവന്റെ കച്ചവടത്തിൽ അവനിക്ക് വർധനവുണ്ടായാൽ, അവനിക്ക് നല്ല ഒരു വീടുണ്ടായാൽ, അവന് മക്കളുണ്ടായാൽ, അവന് കുടുംബമുണ്ടായാൽ, അവനിക്ക് മറ്റു പല അനുഗ്രഹങ്ങളും വന്നു ചേർന്നാൽ അവൻ പറയും അൽഹംദുലില്ലാ. അവൻ നന്ദി പറയും, അല്ലെ നന്ദി ചെയ്യും. എല്ലായ്പ്പോഴും അൽഹംദുലില്ലാ അല്ല നന്ദിയുടെ ഒരു വാക്ക്. ചിലപ്പോൾ അത് പ്രവൃത്തി തലത്തിൽ ചെയ്യേണ്ടി വരുന്ന നന്ദികളുണ്ട്. ശുക്രിന്റെ സുജൂദ് പോലെ. വലിയ സാമ്പത്തികമായ സൗകര്യങ്ങൾ കിട്ടിയവരാണെങ്കിൽ സ്വതക്ക ചെയ്യുക, ഇതൊക്കെയാണ് ശുക്രിന്റെ ഒരു ഭാഗം. ഇങ്ങനെ അവനിക്ക് ശുക്ർ ചെയ്യുമ്പോൾ അവനിക്ക് നന്മയാണ്, ആ നിഅമത്ത് അവനിക്ക് നന്മയാണ്. എന്നാലോ അവനിക്കൊരു പ്രയാസം വന്നെത്തിയാൽ, ഒരു വിഷമം അവനിക്ക് വന്നെത്തിയാൽ, സ്വബറാമൻ ക്ഷമിക്കുകയും ചെയ്താൽ ഫകാന ഖൈറൻ ലഹു, അതവനിക്ക് നല്ലതാണ്. ഇപ്പൊ സത്യവിശ്വാസിക്ക് ഒരു വിഷമം വന്നു, ദുഃഖം വന്നു, പരീക്ഷണം വന്നു. ആ പരീക്ഷണം അവൻ ആ പരീക്ഷണം വന്നപ്പോൾ ക്ഷമിച്ചു. അള്ളാഹ് തന്നതാണ്, അള്ളാഹുവാണ് ഇത് തന്നത്, അള്ളാഹു തന്നെ ഇത് മാറ്റും എന്നവൻ ക്ഷമിച്ചാൽ ഫകാന ഖൈറൻ ലഹു, അതവനിക്ക് നന്മയാണ്, അവനിക്ക് നല്ലതാണ്. അപ്പൊ സത്യവിശ്വാസിക്ക് അവനിക്ക് സന്തോഷം വന്നെത്തിയാലും അവന് ദുഃഖം വന്നെത്തിയാലും അവനിക്ക് നന്മയാണ്. മഹാന്മാര് അവരുടെയൊക്കെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങൾ നോക്കുമ്പോ ഏതൊരു സമയത്തും ഹംദ് പറഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായില്ലേ? അടുത്ത കാലത്ത് ജീവിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഏതൊരു സന്ദർഭങ്ങളിലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഇങ്ങനെ വർദ്ധിപ്പിച്ച് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അത് ശുക്റാൻ. അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകൾ ഓർത്താൽ കണക്കും കയ്യുമുണ്ടോ അതിന്? അപ്പൊ നമുക്ക് ആ നിഅമത്തുകളൊക്കെ നന്മയാണ്. നാം കാണുന്ന കണ്ണ്, നാം സംസാരിക്കുന്ന നാവ്, നാം കേൾക്കുന്ന ചെവി, നമ്മുടെ ഓരോ അവയവങ്ങളും എത്രയോ എത്രയോ അനുഗ്രഹങ്ങളല്ലേ നമുക്ക്. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ റബ്ബ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് ഒരു മനുഷ്യൻ അൽഹംദുലില്ലാ പറഞ്ഞാൽ, ആ അനുഗ്രഹങ്ങൾക്ക് അവൻ നന്ദി ചെയ്താൽ അള്ളാഹു അവനിക്ക് ആ അനുഗ്രഹം നന്മയാണ്. കാരണം അനുഗ്രഹങ്ങളൊക്കെ നാളെ ചോദിക്കപ്പെടുമെന്ന ഹദീസിലുണ്ടല്ലോ. അള്ളാഹു തന്ന ഏതൊരു നിഅമത്തിനെ കുറിച്ചും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും, ഉറപ്പാ. അള്ളാഹു തന്ന നിഅമത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ഹിദായത്ത്. അത് നമ്മൾ ചോദിക്കുന്നതാണ്. അതല്ലാത്ത നമ്മൾ ചോദിച്ചു വാങ്ങിയ ഏതൊക്കെ നിഅമത്തുകളുണ്ടോ അതൊക്കെ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ അതിനിക്ക് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും, ഇതിന് നീ നന്ദി ചെയ്തോ എന്ന്. ثم لتسألن يومئذ عن النعيم. നമ്മൾ ആസ്വദിച്ച അനുഗ്രഹങ്ങളെ നാളെ തീർച്ചയായും റബ്ബ് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പല്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന പരീക്ഷണങ്ങളെ നാളെ റബ്ബ് ചോദിക്കപ്പെടും.
അപ്പൊ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള ഒരു അവസ്ഥയിലെത്തുക എന്നുള്ളത് തന്നെ, അതിനെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞ ഒരു വിശാലമായ ഒരു സംഭവം കാണാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ. മുൻകഴിഞ്ഞു പോയ കാലത്ത് ഒരു രാജാവുണ്ടായിരുന്നു. വലിയ ക്ഷമ, വലിയ പ്രയാസങ്ങളെ നേരിട്ട ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സന്ദർഭമാണ് പറയാൻ പോകുന്നത്. ഒരു വിശാലമായ കഥ മുത്തുനബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളൊക്കെ മുൻകാലത്ത് ജീവിച്ച ആ രാജാവ്, അദ്ദേഹത്തിന് ഒരു സിഹ്റുകാരൻ ഉണ്ടായിരുന്നു, ഒരു മാരണവിദ്യ ചെയ്യുന്ന ആളുണ്ടായിരുന്നു. ഫലമ്മാ കബിറ ഖാല ലിൽ മലികി, ആ സിഹ്റുകാരന് വാർദ്ധക്യം വന്നപ്പോൾ രാജാവിനോട് ഈ സിഹ്റുകാരൻ പറഞ്ഞു, രാജാവേ, എനിക്ക് പ്രായമായി, ഞാൻ വാർദ്ധക്യത്തിലെത്തി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച സിഹ്ർ, ആ മാരണവിദ്യ ചെയ്യാൻ എനിക്കിനി കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് മാരണവിദ്യ ചെയ്യാൻ പറ്റുന്ന ആളുകളെ സജ്ജീകരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു കുട്ടിയെ എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ പറഞ്ഞയക്കുക. ഉഅല്ലിമു സിഹ്റ, ഞാൻ ആ കുട്ടിക്ക് മാരണവിദ്യ പഠിപ്പിക്കാം. ഫബഅസ ഇലൈഹി ഗുലാമൻ യുഅല്ലിമു, അങ്ങനെ മാരണവിദ്യ പഠിപ്പിക്കാൻ വേണ്ടി രാജാവ് ഈ പ്രായമെത്തിയ സിഹ്റുകാരൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. സന്ദർഭത്തിൽ പറയട്ടെ, സിഹ്ർ ഇസ്ലാം കഠിനമായ തെറ്റാക്കിയതാണ്. സിഹ്ർ ചെയ്യുക എന്നുള്ളത് അത് കഠിനമായ തെറ്റാണ്. അത് ഇസ്ലാം അത് പഠിക്കാനും പാടില്ല, അത് പഠിപ്പിക്കാനും പാടില്ല, സിഹ്റുകാരന്റെ അടുക്കൽ സമീപിക്കാനും പാടില്ല, സിഹ്ർ ചെയ്യാനും പാടില്ല. വലിയ തെറ്റാണ്, വലിയ കുറ്റമാണ് അതിന്. ആ സിഹ്റുകാരന്റെ അടുക്കലേതാ രാജാവ് കുട്ടിയെ പറഞ്ഞയക്കുന്നു. അങ്ങനെ കുട്ടി ഇങ്ങനെ സിഹ്ർ പഠിക്കുന്ന സന്ദർഭമതാ വഴിയിൽ ഒരു പുരോഹിതനെ കാണുകയാണ്. കുട്ടി ഇങ്ങനെ സിഹ്ർ പഠിക്കാൻ പോകുന്ന വഴിയിൽ ഒരു പുരോഹിതനായ ആളെ കുട്ടി കാണുന്നു. ഫഖഅദ ഇലൈഹി വസമിഅ കലാമഹു ഫഅജബ, ആ പുരോഹിതന്റെ അത്ഭുതകരമായ ആത്മീയ ജ്ഞാനം കുട്ടിയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കുട്ടി ആ പുരോഹിതനിൽ നിന്ന് അറിവ് സ്വീകരിച്ചു, അറിവ് പഠിക്കാൻ തുടങ്ങി. കുട്ടിക്ക് വലിയ സന്തോഷമായി. രാജാവ് പല സൗകര്യങ്ങളും കൊടുത്ത് സിഹ്ർ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച കുട്ടിക്ക് അതിലേറെ സന്തോഷകരവും അതിലേറെ ആനന്ദകരവുമായി തോന്നിയത് ഈ പുരോഹിതന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ആത്മീയ ജ്ഞാനമാണ്, അറിവാണ്, ആത്മീയ വിദ്യാഭ്യാസമാണ്. അങ്ങനെ എന്നും കുട്ടി എന്ത് ചെയ്യും? സിഹ്റുകാരന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഈ പുരോഹിതന്റെ അടുക്കൽ കയറി അല്പം പഠിക്കും, അറിവുകൾ പഠിക്കും. വൈകും, സിഹ്റുകാരന്റെ അടുക്കൽ നിന്ന് അടി കിട്ടും. അതൊക്കെ ഹദീസിലുണ്ട്. അങ്ങനെ ഇത് പുരോഹിതനോട് പറഞ്ഞു, ഈ ഗുരുവിനോട് പറഞ്ഞു, ആത്മീയ ഗുരുവിനോട് പറഞ്ഞു, ഈ പണ്ഡിതനോട് പറഞ്ഞു, എന്നെ വൈകുന്നത് കൊണ്ട് സിഹ്റുകാരൻ അടിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു കൊടുത്തു, ഇദാ ഖശീദ സായിറ ഫകുൽ അബസനി അഹ്ലി, സിഹ്റുകാരന്റെ അടുക്കലാണ് നിനക്ക് പേടിയുള്ളതെങ്കിൽ നീ പറഞ്ഞോ, ഞാൻ വൈകിയത് എൻ്റെ വീട്ടിൽ നിന്ന് പോരാൻ വൈകിട്ടാണ്.
വൈദാ ഖശീത അഹ്ലക, നിന്റെ വീട്ടുകാരാണ് നീ വൈകിയതിനെ കുറിച്ച് ചോദിക്കുന്നതെങ്കിൽ അവരോട് നീ പറഞ്ഞോ, ഹബസനി സാഹിറു, ഈ സിഹറുകാരന്റെ അടുക്കൽ നിന്ന് വരാൻ വൈകിയതാണ് എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നല്ല ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ചില സൂത്രം അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കളവ് പഠിപ്പിച്ച് ശീലിപ്പിക്കുക എന്നുള്ളതല്ല. അറിവ് ആ ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് വേണ്ടത് അറിവാണ്. ആ അറിവ് സ്വായത്തമാക്കാനുള്ള ഒരു യുക്തി പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടി അങ്ങനെ ഈ രണ്ട് പഠനവും തുടരുന്നുണ്ട്. രാജാവിന്റെ സഹായത്താലുള്ള സിഹിർ പഠനവും നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഉസ്താദിന്റെ, ഈ ഗുരുവിന്റെ ആത്മീയ പഠനവും നടക്കുന്നുണ്ട്. അങ്ങനെ അതാ കുട്ടി രണ്ട് വിദ്യാഭ്യാസവും പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് തെറ്റാണ്, മറ്റേ ശരിയാണ്. പക്ഷെ കുട്ടിക്കത് വ്യക്തമായി മനസ്സിലാക്കാനുള്ള അവസ്ഥ വരികയാണ്. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലേക്ക് കുട്ടി വളരുകയാണ്. അങ്ങനെ അതാ അങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് അതാ കുട്ടി അതാ വഴിയിൽ വലിയ ഒരു മൃഗത്തെ കാണുകയാണ്. വലിയ ഒരു മൃഗം, ഖദ് ഹബസത്തിന്നാസ്, ജനങ്ങളുടെ വഴിക്ക് തടസ്സമായി നിൽക്കുന്ന വലിയ ഒരു മൃഗത്തെ കുട്ടി കാണുന്നു. ഈ അറിവ് പഠിക്കാൻ പോകുന്ന കുട്ടി, ആ കുട്ടി പറയാണ്, അൽയൗമ അഅലമുസ് സാഹിറു അഫ്ളലു അം അർഹിബു അഫ്ളലു, ഇന്നത്തെ ദിവസം എനിക്ക് മനസ്സിലാകും സിഹിർകാരനാണോ റബ്ബിനിക്ക് ഇഷ്ടമുള്ളത്, അതല്ല ആ പുരോഹിതനാണോ റബ്ബിന് ഇഷ്ടമുള്ളത് എന്ന്. കുട്ടി ഒരു കല്ലെടുക്കുകയാണ്. അതാ ജനങ്ങൾക്ക് വഴി മുറിച്ചു കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന മൃഗം, എല്ലാവർക്കും ഒരു പ്രയാസമായ ഒരു സന്ദർഭം. ആ കുട്ടി ഒരു പ്രാർത്ഥന നടത്താൻ പോവാണ്. കുട്ടി തീരുമാനിക്കുന്നു, ഇന്ന് ഞാൻ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഏതാണ് നല്ലത് എന്ന് എനിക്ക് ഇന്ന് അറിയും. അഥവാ പുരോഹിതനാണോ നല്ലത്, അതല്ല സിഹറുകാരനാണോ നല്ലത് എന്ന് എനിക്കിന്ന് ബോധ്യാകും. ആ കുട്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ കാന അംറു റാഹിബി, റബ്ബേ പുരോഹിതന്റെ കാര്യമാണ് അഹബ്ബു ഇലൈക, നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെങ്കിൽ, മിൻ അംരി സാഹിരി, സിഹറുകാരന്റെ കാര്യത്തെക്കാൾ പുരോഹിതന്റെ കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെങ്കിൽ, അഥവാ സിഹറുകാരനേക്കാൾ പുരോഹിതനെയാണ് നീ ഏറ്റവും ഇഷ്ടമുള്ളതെങ്കിൽ, ഫഖ്തുൽ ഹാദിഹി ദാബ്ബത ഹത്താ യംലിന്നാസ്, അല്ലാഹുവേ ജനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഈ ഒരു മൃഗത്തെ നീ നശിപ്പിക്കണേ അല്ലാ. ആ കുട്ടി പ്രാർത്ഥിക്കുകയാണ്. അറിവ് പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. അത്രമാത്രം പ്രത്യേകതയുണ്ട് അറിവ് പഠിക്കുന്നവർക്ക്. ആ കുട്ടി പ്രാർത്ഥിച്ചിട്ട് കുട്ടി നേരത്തെ കയ്യിൽ കരുതിയ ആ കല്ല് ഫറമാഹ, ആ കല്ല് കൊണ്ട് ആ മൃഗത്തിനെ അങ്ങോട്ട് എറിഞ്ഞു. ഫഖതലഹ വമല്ലന്നാസ്, അതാ ആ മൃഗം ചത്തു. ജനങ്ങൾക്ക് സുഖമായി ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കുട്ടി ഫാത്തർ റാഹിബ ഫഅഖ്ബറഹു, കുട്ടി പിറ്റേന്ന് ക്ലാസ്സിന് പുരോഹിതന്റെ അടുക്കൽ ചെന്നു. ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. പുരോഹിതൻ പറഞ്ഞു, ഈ ബുനയ്യ അൻതൽ യൗമ അഫ്ളലു മിന്നി ഖദ് ബലഗ മിൻ അംരിക മാ അറാ വഇന്നക സതുബ്തലാ, പൊന്നുമോനെ നീ ഇന്നത്തെ ദിവസം എന്നെക്കാൾ വലിയ ഒരു പദവിയിലെത്തിയിട്ടുണ്ട് കേട്ടോ, വലിയൊരു പദവിയിൽ നീ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഉറപ്പായിട്ടും പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് പൊന്നുമോനെ. ഫൈൻ ഉബ്തുലീത ഫലാ തദുല്ല അലയ്യ, എന്റെ പൊന്നുമോനെ നീ പരീക്ഷണത്തിന് വിധേയനായാൽ ഒരിക്കലും നീ എന്നെ അറിയിക്കരുതേ. പേടി കൊണ്ടല്ല പറഞ്ഞത്. ഒരുപാട് ആളുകൾക്ക് ഈ ഗുരു അറിവ് പകർന്നു കൊടുക്കേണ്ടതുണ്ടല്ലോ.
അതിനുവേണ്ടി ആയിരിക്കണം അങ്ങനെ പറയാൻ കാരണം. വകാനൽ ഗുലാമു യുബരിഉൽ അഖ്മാ വൽ അബ്റസ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഈ കുട്ടിക്ക് അത്ഭുതകരമായ ഓരോ കഴിവുകൾ ഇങ്ങനെ വെളിപ്പെടാൻ തുടങ്ങി. കുട്ടി ഒരു വലിയന്റെ അവസ്ഥയിലേക്ക് ഉയർന്നു. അതാ കുട്ടി കണ്ണ് കാണാത്ത ആളുകൾക്കതാ കുട്ടിയൊന്ന് തടവിക്കഴിഞ്ഞാൽ അതാ അവരുടെ കണ്ണിന്റെ കാഴ്ച കിട്ടുന്നു. വെള്ളപ്പാണ്ടുകാരുടെ രോഗം കുട്ടിയൊന്ന് തടഞ്ഞാൽ അവരുടെ രോഗം സുഖപ്പെടുന്നു. മറ്റു രോഗങ്ങളും കുട്ടിയുടെ കയ്യാൽ സുഖമാകുന്നുണ്ട്. മറ്റു രോഗങ്ങളൊക്കെ കുട്ടിയുടെ കയ്യാൽ കുട്ടിയൊന്ന് തടവിയാൽ രോഗങ്ങളൊക്കെ സുഖമാണ്. കുട്ടിയുടെ പ്രശസ്തി നാടാകെ വർദ്ധിച്ചു. ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കുട്ടിയിലേക്ക് ഒഴുകി. വിവിധ രോഗങ്ങളുള്ള ആളുകൾ അവരൊക്കെ കുട്ടിയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ ചികിത്സ തേടുമ്പോൾ അവർക്കൊക്കെ ശമനം കിട്ടുകയാണ്. ഈ വിവരം ആരറിഞ്ഞു? കൊട്ടാരത്തിലെ ഒരു കണ്ണുപൊട്ടനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. നേരത്തെ ആ രാജാവിന്റെ ഈ കുട്ടിയെ സിഹിർ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചില്ലേ രാജാവ്? ആ രാജാവിന്റെ മന്ത്രിസഭയിൽ ഒരു കണ്ണ് കാണാത്ത മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷയം കേട്ടു. ഇങ്ങനൊരു കാഴ്ചയില്ലാത്ത ആളുകൾക്കൊക്കെ കുട്ടിയുടെ ചികിത്സ കൊണ്ട് കാഴ്ച കിട്ടുന്നുണ്ട്. അങ്ങനെ ധാരാളം സമ്മാനങ്ങളുമായി ആ മന്ത്രി കുട്ടിയുടെ മുമ്പിലെത്തി. ആ മന്ത്രി പറഞ്ഞു, പൊന്നുമോനെ, എന്റെ രോഗം നീ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ, എന്റെ കണ്ണിന് നീ കാഴ്ച തിരിച്ചു തന്നാൽ ഈ സമ്മാനങ്ങളൊക്കെ നിനക്കാണ് പൊന്നുമോനെ എന്നാ മന്ത്രി പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, ഇന്നീല അഷ്ഫി അഹദാ, ഞാൻ ഒരാളെയും സുഖപ്പെടുത്തിയിട്ടില്ല. ഇന്നമായഷ്ഫി അല്ലാഹു തആല, സുഖപ്പെടുത്തിയത് റബ്ബാണ്, സുഖപ്പെടുത്തിയത് റബ്ബാണ്, ഞാൻ സുഖപ്പെടുത്തിയിട്ടില്ല, അള്ളാണ് സുഖപ്പെടുത്തിയിരിക്കണത്. فإن آمنت بالله تعالى دعوت الله فشفاك فإن آمنت بالله تعالى, നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, അല്ലാഹു ഫശഫാക, അപ്പോ അള്ളാഹ് ശിഫ നൽകും. നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാം, അപ്പൊ അള്ളാഹു നിങ്ങളുടെ രോഗം ശിഫയാക്കും. അങ്ങനെ രാജാവ് വിശ്വസിക്കുകയാണ്. ഫആമന ബില്ലാഹി തആല ഫശഫഅല്ലാഹു തആല. അങ്ങനെ കുട്ടി ഈ മന്ത്രി എന്ത് ചെയ്തു? അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു, കുട്ടി ചികിത്സിച്ചു, രോഗം മാറി. അങ്ങനെ പിറ്റേത് മന്ത്രിസഭാ യോഗത്തിന് ചെന്നപ്പോ ഫഅതൽ മാലിക്, രാജാവിന്റെ മുമ്പിൽ ചെന്നപ്പോ ഫജലസ ഇലൈഹി കമാ കാന യജ്ലിസു, അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് അയാൾ തന്നെ ഇരുന്നു. അയാളെ കണ്ണിന് കാഴ്ചയുണ്ട്. രാജാവിനെയും മറ്റു മന്ത്രിമാരെയൊക്കെ അദ്ദേഹം ഇങ്ങനെ കാണുന്നുണ്ട്. രാജാവ് ചോദിച്ചു, മൻ റദ്ദ അലൈക ബസറക, നിന്റെ കണ്ണിന്റെ കാഴ്ച ആരാ തിരിച്ചു തന്നത്? അപ്പൊ മന്ത്രി പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവാ, എന്റെ അള്ളയാ, എന്റെ രക്ഷിതാവാണ് തിരിച്ചു തന്നത്. അവലക റബ്ബുൻ ഗൈരി, ഞാനല്ലാതെ മറ്റൊരു റബ്ബ് നിനക്കുണ്ടോ? രാജാവ് ചോദിച്ചു, ഞാനല്ലാത്ത ഒരു റബ്ബ് നിനക്കുണ്ടോ? ഈ രാജാവ് ഒരാൾ ദൈവത്തിന്റെ അവസ്ഥയിലുള്ളത്. രാജാവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. അവിടെ രാജാവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന ഒരു ജനതയാണ്, ഒരു വിവരമില്ലാത്ത ജനതയാണ് ആ നാട്ടുകാർ. മന്ത്രി നേരത്തെ അങ്ങനെ തന്നെ ആളായിരുന്നു. അതാണ് ചോദിച്ചത്, ഞാനല്ലാത്ത ഒരു റബ്ബ് നിനക്കുണ്ടോ? അതേ മന്ത്രി പ്രതികരിച്ചു, റബ്ബി വ റബ്ബുകല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബ് അള്ളയാണ്, എന്റെയും നിന്റെയും റബ്ബ് അള്ളയാണ്. അങ്ങനെ ഫഅഖദഹു വലം യസൽ യുഅസ്സിബു ഹത്താ ദല്ല അലൽ ഗുലാം. അങ്ങനെ ഈ മന്ത്രിയെ രാജാവ് ശിക്ഷിക്കാൻ തുടങ്ങി, വലിയ ശിക്ഷ തന്നെ കൊടുക്കാൻ തുടങ്ങി. അവസാനം ഈ കുട്ടിയെ അറിഞ്ഞു, കുട്ടിയെ പറയേണ്ടി വന്നു, കുട്ടിയെ അറിഞ്ഞു.
ഫജിയ ബിൽ ഗുലാം, കുട്ടിയെ കൊണ്ടുവന്നു രാജാവിന്റെ അടുക്കൽ കുട്ടിയെ കൊണ്ടുവന്നു. രാജാവ് കുട്ടിയോട് ചോദിച്ചു, ബുനയ്യ ഖദ് ബലഗ മിൻ സിഹ്രികമാ തുബരിഉൽ അക്മ വൽ അബ്റസ വതഫ്അലു. പൊന്നുമോനെ, നിന്നെ സിഹർ പഠിപ്പിക്കാൻ പറഞ്ഞയച്ച് ഞാനല്ലേ. നീ എന്നിട്ട് ആളുകളുടെ കണ്ണിന് കാഴ്ച കൊടുക്കുന്നു, ആളുകളുടെ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തുന്നു, വേറെയും ചില കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നു എന്നത് ശരിയാണോ? ഞാനാണ് നിന്നെ സിഹർ പഠിപ്പിക്കാൻ പറഞ്ഞത്, ആ സിഹർ കൊണ്ട് നിനക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ഫഖാല, കുട്ടി പറഞ്ഞു, ലാ ഇന്നി ലാ അശ്ഫി അഹദാ, ഞാൻ ഒരാളെയും സുഖപ്പെടുത്തിയിട്ടില്ല. ഇന്നമാ യശ്ഫി അല്ലാഹ്, അള്ളയാണ് സുഖപ്പെടുത്തിക്കണ കേട്ടോ, ഞാൻ സുഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ ആരെയും സുഖപ്പെടുത്തിയിട്ടില്ല രാജാവേ, അള്ളയാണ് സുഖപ്പെടുത്തിക്കണത്. അള്ളയാണ് സുഖപ്പെടുത്തിക്കണത്, ഞാൻ സുഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ കുട്ടിയെ രാജാവ് ഇങ്ങോട്ട് പിടികൂടി. രാജാവ് കുട്ടിയെ പിടികൂടി ശിക്ഷ കൊടുക്കാൻ തുടങ്ങി കുട്ടിക്ക്. അങ്ങനെ അതാ അവസാനം പുരോഹിതനെ പറയേണ്ടി വന്നു. അങ്ങനെ പുരോഹിതനെയും ഹാജരാക്കി. കുട്ടിക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്തിരുന്ന പുരോഹിതൻ ഉണ്ടല്ലോ, ആ പുരോഹിതനെ രാജാവിന്റെ അടുക്കൽ ഹാജരാക്കി. ആ പുരോഹിതനോട് അതാ രാജാവ് പറഞ്ഞു, ഇർജി അൻ ദീനിക, നീ നിന്റെ മതത്തിൽ നിന്ന് പിന്മാകണം. നീ പ്രചരിപ്പിക്കുന്ന വിശ്വാസധാരയിൽ നിന്ന് നീ പിന്മാറണം. പുരോഹിതൻ തയ്യാറായില്ല. പുരോഹിതൻ പറഞ്ഞു, ഞാൻ പിന്മാറില്ല, ഇത് സത്യമാണ്, ഞാൻ പിന്മാറൂല. അങ്ങനെ പദാമിൽ മിൻഷാരി, അങ്ങനെ അതാ വാള് കൊണ്ടുവരപ്പെട്ടു. രാജാവ് അതാ വാള് കൊണ്ടുവരാൻ പറഞ്ഞു. രാജാവ് വാള് കൊണ്ടുവരാൻ പറഞ്ഞു തന്റെ കിങ്കരന്മാരോട്. എന്നിട്ട് ഈ പുരോഹിതന്റെ തലയുടെ നേരെ നടുവിൽ ഈ വാളങ്ങോട്ട് വെച്ചു. നടുവിൽ രണ്ട് പൊളിയാകുന്നത് വരെ ആ പുരോഹിതനെ അങ്ങോട്ട് കീറി വാളുകൊണ്ട്. നമ്മൾ മരമൊക്കെ കീറൂലേ എന്ന പോലെ, വിറകൊക്കെ കീറുമല്ലോ എന്ന പോലെ. പിന്നെ അടുത്തത് മന്ത്രിയെ ഹാജരാക്കി. ഈ പുരോഹിതന്റെ ജീവൻ അസ്തമിച്ചു. പുരോഹിതൻ രണ്ട് പൊള്ളിയാക്കി. ഇത് കാണുകയാണ് ആര്? മന്ത്രി. ഇത് നേരെ കാണുകയാണ്, ലൈവായിട്ട് കാണുക. അവരുടെ ഈമാനിന്റെ പവർ നോക്കണം. അങ്ങനെ അതാ അടുത്തത് മന്ത്രിയെ ഹാജരാക്കി. മന്ത്രിയോട് പറഞ്ഞു, ഇർജി അൻ ദീനിക, നിന്റെ ദീനിൽ നിന്ന് മടങ്ങിക്കോ. നിനക്ക് രക്ഷ വേണമെങ്കിൽ നീ വിശ്വസിക്കുന്ന ഈ ആശയത്തിൽ നിന്ന് നീ പിന്മാറിക്കോ. കഴിയില്ല, മടങ്ങില്ല എന്ന് അയാളും പറഞ്ഞു, മന്ത്രിയും പറഞ്ഞു. ഈമാനിൽ ഊട്ടപ്പെട്ട ഹൃദയമാണ് അവരുടേതൊക്കെ. അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്തോട് നമ്മൾ നന്നാക്കി തരട്ടെ. അങ്ങനെ അതാ അദ്ദേഹത്തിന്റെ തലയിലും വാള് വെച്ചു. രണ്ട് പൊള്ളിയാക്കി അദ്ദേഹത്തെ. രണ്ട് പൊള്ളി, രണ്ട് കീറാക്കി. രണ്ട് കഷ്ണല്ല, രണ്ട് കീറ്. രണ്ട് പൊളിയാക്കി. പിന്നെ ഇപ്പൊ അവരുടെ രണ്ടാളുടെയും ജീവൻ പോയി. പുരോഹിതന്റെ ജീവനും പോയി, മന്ത്രിയുടെ ജീവനും പോയി. ഇനി അതാ ബാക്കി കുട്ടിയാനുള്ളത്. പിന്നെ കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു. ശിക്ഷ കൊടുക്കാനേ കുട്ടിയെ ഹാജരാക്കി. കുട്ടിയോട് പറഞ്ഞ് ഇർജി അൻ ദീനിക, നിന്റെ ദീനിൽ നിന്ന് മടങ്ങിക്കോ. കുട്ടി തയ്യാറായില്ല. കുട്ടിയെ രാജാവ് അങ്ങനെ ചെയ്തില്ല, രണ്ട് പൊളിയാക്കിയില്ല. കുട്ടിയെ ചെയ്തത് എന്താ അറിയോ? ചില പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, ഇന്ന പർവ്വതത്തിലേക്ക് ഈ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോവുക. ഫസ് അദൂബിയിൽ ജബല,
എന്നിട്ട് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ കയറുക. ഫൈദാ ബല്ലഗതും ദിർവതഹു, ആ പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിങ്ങൾ എത്തിയാൽ ഫൈൻ റജഅൻ ദീനി, ഈ കുട്ടി അവന്റെ ദീനിൽ നിന്ന് മടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ ഫത്രഹു, ആ പർവ്വതത്തിന്റെ കൊടുമുട്ടിയിൽ നിന്ന് താഴേക്ക് നിങ്ങൾ വലിച്ചെറിയുക. അങ്ങനെ അതുപോലെ അവർ ചെയ്തു. അങ്ങനെ ആ സമയം ആ കുട്ടിയെ വലിച്ചെറിയാൻ ഒരുങ്ങുമ്പോ കുട്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ക്ഫിനീം ബിമാ ശിഅ്ത, അല്ലാഹുവേ ഇവരെ കൊണ്ട് നീ മതിയാക്കി കൊടുക്കണേ, നീ ഉദ്ദേശിച്ചത് കൊണ്ട്. അല്ലാഹുവേ ഇവർക്ക് നീ ഉദ്ദേശിച്ചത് എന്താണോ അതുകൊണ്ട് നീ അവരെ മതിയാക്കി കൊടുക്കണേ എന്ന് കുട്ടി പ്രാർത്ഥിക്കുകയാണ്. കുട്ടി പ്രാർത്ഥിച്ചു. കുട്ടിയുടെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന ആ കുട്ടിയുടെ വഴി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അത് ഉറച്ചു. കുട്ടിക്ക് വ്യക്തമായി സിഹ്റുകാരന്റെ മാർഗമല്ല സത്യം, പുരോഹിതന്റെ മാർഗമാണ് സത്യം എന്ന് മനസ്സിലാക്കി പുരോഹിതന്റെ ആ വിശ്വാസധാരയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറായി കുട്ടി. ആ കുട്ടിയാണ് രണ്ടാമത്തെ പ്രാർത്ഥന നടത്തുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. രണ്ടാമത്തെ പ്രാർത്ഥനയാണിത്. അങ്ങനെ കുട്ടി എറിയാൻ വന്നവർ, ആ പട്ടാളക്കാരതാ പർവ്വതത്തിന്റെ വലിയ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീണ് വീണ് പൊട്ടിയായി പോയി. അവര് നശിച്ചു. കുട്ടിക്കൊന്നും പറ്റിയില്ല, അവര് നശിച്ചു. വജായം ശീലൽ മലിക്, കുട്ടി രാജാവിലേക്ക് കൂളായി നടന്നങ്ങോട്ട് ചെന്നു. രാജാവ് ചോദിച്ചു, മാ ഫഅല സുഹാബുക, നിന്റെ കൂടെ എന്റെ പട്ടാളക്കാരുണ്ടായിരുന്നല്ലോ, എന്താണ് അവരുടെ അവസ്ഥ? അപ്പൊ കുട്ടി പറയാണ്, അല്ലാഹ് അവർക്ക് വേണ്ടത് കൊടുത്തു, അവർക്ക് വേണ്ടത് അല്ലാഹ് കൊടുത്തു. രാജാവ് കുഴങ്ങിയല്ലോ. രാജാവ് എന്ത് ചെയ്തു അറിയോ? വീണ്ടും ഒരു സംഘം പട്ടാളക്കാരെ വിളിച്ചു. കുറച്ച് പട്ടാളക്കാരെ രാജാവ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് അബൂബി ഫഹ്മിലു ഫീ കുർകൂരിം വതബസ്സതു ബിൽ ബഹ്റാ, ഈ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോവുക, എന്നിട്ട് ഈ കുട്ടിയെ നിങ്ങൾ ഒരു വഞ്ചിയിൽ കയറ്റുക, കടലിലേക്ക് പോവുക. ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പൽ എന്നൊക്കെ പറയാം. ആ കപ്പലിൽ കയറ്റി കടൽ ഏകദേശം കടലിന്റെ ആഴക്കടലിലേക്ക് എത്തിയെന്ന് മനസ്സിലായാൽ ഇവനോട് നിങ്ങൾ പറയുക, അവന്റെ ദീനിൽ നിന്ന് മടങ്ങാൻ. അവന്റെ ദീനിൽ നിന്ന് അവൻ മടങ്ങുന്നുവെങ്കിൽ നിങ്ങൾ അവനെങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക. ഇല്ലെങ്കിൽ അവൻ നിങ്ങൾ ആ കടലിൽ വലിച്ചെറിയുക. അവൻ നിങ്ങൾ വലിച്ചെറിയുക കടലിൽ. അങ്ങനെ പോയി ഇതുപോലെ ചെയ്തു. ഫദഹബൂബി, കുട്ടിയെ കൊണ്ടവർ പോയി ഇതുപോലെ ചെയ്തു. ആഴക്കടലിൽ എത്തിയപ്പോൾ കുട്ടിയോട് ചോദിച്ചു, കുട്ടി നീ ദീനിൽ നിന്ന് മടങ്ങുന്നോ? ഉണ്ടെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ ഈ തിരമ്പുന്ന തിരമാലകൾക്ക് നിന്നെ സമ്മാനിക്കാൻ പോവാൻ എന്ന് പറഞ്ഞപ്പോ ഈമാനിന്റെ ആ പവർ ഹൃദയത്തിൽ വെളിച്ചമായി നിലകൊള്ളുന്ന ആ ഈമാനുള്ള കുട്ടി പറഞ്ഞു, ഞാൻ പിന്മാറില്ല. കുട്ടിയുടെ ഒക്കെ ബർക്കത്തുകൊണ്ടുള്ള നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തട്ടെ. ആമീൻ. ആ കുട്ടി അവർക്കെതിരെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ക്ഫിനീം ബിമാ ശിഅ്ത, പഠിച്ചോനെ ഇവർക്ക് നീ മതിയായത് കൊടുക്കണേ, നീ ഉദ്ദേശിച്ചത് കൊണ്ട് ഇവരെ മതിയാക്കണേ. അങ്ങനെ അവരെയും കൊണ്ട് അവരാ നശിച്ചു. ആ കടലിൽ മുങ്ങിയവർ നശിച്ചു. വജായം ശീലൽ മലിക്കിയതാ കുട്ടി വീണ്ടും രാജാവിലേക്ക് വരികയാണ്. രാജാവ് ചോദിച്ചു, മാ ഫഅല അസ്ഹാബുക,
നിന്റെ കൂടെയുണ്ടായിരുന്ന പട്ടാളക്കാരൻ നീ എന്ത് ചെയ്തു? എന്താണ് അവരുടെ അവസ്ഥ? അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ കുട്ടി പറയുകയാണ്, കഫാനീമുല്ലാഹ്, അവർക്ക് വേണ്ടത് അള്ളാഹ് കൊടുത്തിരിക്കുന്നു. എന്നാണ് അവര് നശിച്ചു പോയി എന്നർത്ഥം. രാജാവ് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് വലിയ ഒരു മനസ്സംഘർഷത്തിലായി. ഈ കുട്ടി എങ്ങനെ നശിപ്പിക്കണോ? ചെറിയ കുട്ടിയായത് കൊണ്ട് ആ കുട്ടിയെ പൊളിക്കാൻ രാജാവിന്റെ മനസ്സ് സമ്മതിച്ചില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അയാൾ അത് ചെയ്തിരുന്നു. ഈ കുട്ടി എന്ത് ചെയ്യണ രാജാവിനൊരു പിടിയും കിട്ടുന്നില്ല. കുട്ടി വലിയൊരു വില്ലനായി മാറുകയാണ്. അതാ കുട്ടി തന്നെ രാജാവിനോട് പറയുകയാണ്, വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. ഈ കുട്ടി വലിയ പദവിയിലെത്തിയിട്ടുണ്ട്, വലിയ മർത്തബിയിലെ കുട്ടി എത്തിയിട്ടുണ്ട്. അള്ളാഹുവേ, ആ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ നന്നാക്കടേ റബ്ബേ. വലിയൊരു മഹാനാണ് ആ കുട്ടി. ആ കുട്ടിയെ രാജാവിനോട് പറയാണ്, ഇന്നക ലസ്ത ബിഖാതിലി ഹത്താ തഫ്അല മാ ആമുറുക ബി. രാജാവേ, ഞാൻ കൽപ്പിക്കുന്നത് പ്രവർത്തിക്കുന്നത് വരെ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. എന്ത് തന്നെ നിങ്ങൾ ചെയ്താലും ഞാൻ കൽപ്പിക്കുന്നത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ വധിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് എന്നെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യണം. ഓ, രാജാവിനൊരു ആശ്വാസമായി. എന്താണ്? രാജാവ് ചോദിച്ചു, മാഹുവ, എന്താണത്? ആ ഒരു ചോദ്യത്തിൽ തന്നെ ഒരു ഇതുണ്ടല്ലോ. എന്താണ്? ഒരു ആശ്വാസത്തിന്റെ ഒരു മനസ്സമാധാനത്തിന്റെ ഒരു ചോദ്യമാണ്. കാല, കുട്ടി പറയാണ്, വാഹിദ്, ഒരു വിശാലമായ മരുഭൂമിയിൽ രാജ്യത്തുള്ള പ്രജകളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക. ഈ രാജ്യത്തുള്ള ജനങ്ങളെ നിങ്ങൾ വിളിച്ചു വരുത്തുക ഒരു മരുഭൂമിയിൽ. പിന്നെ എൻ്റെ അമ്പിന്റെ ആ ഒരു ശേഖരം നിങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ ഒരു വില്ലെടുക്കുക. നിങ്ങൾ എന്നെ ഒരു മരത്തിന്റെ മേൽ കെട്ടുക. ഒരു മരമുട്ടിയുടെ മേൽ, ഒരു മരക്കഷ്ണത്തിന്റെ മേൽ, ഒരു ഈത്തപ്പന മുട്ടിയുടെ മേൽ നിങ്ങൾ എന്നെ കെട്ടിയിടുക, ബന്ധിക്കുക. സുമ്മഖുദ് സഹ്മം മിൻ കിനാനത്തി, എന്റെ ആവനായിൽ നിന്നുള്ള ഒരു അമ്പ് നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങൾ ആ അമ്പ് ഫി കബിദിൽ കൗസി, എന്റെ വില്ലിന്റെ ആ ഒരു വില്ലിൽ വെച്ചിട്ട് പിന്നെ നിങ്ങൾ പറയുക, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. നിങ്ങൾ എന്റെ അമ്പെടുത്ത് ചെയ്യണം. ആ അമ്പ് നിങ്ങൾ എറിയണം എന്നിലേക്ക്. നിങ്ങൾ പറയണം, കുട്ടിയുടെ റബ്ബാകുന്ന അള്ളാന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. നിങ്ങൾ പറയണം. കുട്ടിന്റെ കൽപ്പന മുഴുവൻ രാജാവ് പൂർണ്ണമായും സ്വീകരിച്ചു, സമ്മതിച്ചു. തുമ്മ ഇർമിനി, പിന്നെ നിങ്ങൾ എന്നെ എറിയണം. വിശാലമായ ഒരു മരുഭൂമിയിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടണം. എന്നെ ഒരു മരമുട്ടിയിൽ ബന്ധിക്കണം. എന്റെ അമ്പ് കൊണ്ട് തന്നെ നിങ്ങൾ എറിയണം. എറിയുമ്പോൾ നിങ്ങൾ പറയണം, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, കുട്ടിയുടെ റബ്ബാകുന്ന അള്ളാവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറയണം. പിന്നെ നിങ്ങൾ എറിയണം. അതാ ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ വധിച്ചു കളയാം. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ വധിക്കാം എന്ന് കുട്ടി അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ രാജാവ് ജനങ്ങളെയൊക്കെ ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ കുട്ടിയെ ഒരു മരത്തിന്റെ മുട്ടിയിൽ ബന്ധിച്ചു. കുട്ടിയുടെ അമ്പ് തന്നെ എടുത്തു. പിന്നതാ രാജാവ് പറഞ്ഞു, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, കുട്ടിയുടെ രക്ഷിതാവായ റബ്ബിന്റെ പേര്, അള്ളാന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അമ്പെയ്തു. കുട്ടിയുടെ ആ ഒരു
അതാ തലയുടെ ഭാഗത്തതാ അമ്പ് കൊള്ളുകയാണ്. കുട്ടിയുടെ ചെന്നിയിൽ ചെന്ന അമ്പ് തറക്കുകയാണ്. അങ്ങനെ വേദനയുടെ കാഠിന്യം കൊണ്ട് കുട്ടി കൈവച്ചു. ആ കുട്ടി മരിച്ചു. ആ കുട്ടി അതാ മരിച്ചു. ഈ സന്ദർഭം അതാ ഈ സാഹചര്യം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ രാജ്യത്തുള്ള ജനങ്ങളൊക്കെ പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ഗുലാം, കുട്ടിയുടെ രക്ഷിതാവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. എല്ലാ ആൾക്കാരും പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അത്ഭുതം. കുട്ടി പോയി എന്നുള്ള സന്തോഷത്തിൽ രാജാവ് നിൽക്കിയിരുന്നു. അപ്പോഴാണ് പിടിച്ചതും വലുതല്ലേ മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ കുട്ടിയുടെ ആ ഒരു മരണം കണ്ട ജനങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ കുട്ടിൻ്റെ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചു, ഏകനായ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ അത്ഭുതകരമായ കറാമത്ത് നേരിട്ട് കണ്ടിട്ടല്ലേ ആ ജനങ്ങളൊക്കെ ഹിദായത്തിലായത്. എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ആ ചെറിയ കുട്ടിയുടെ ആ ഒരു അത്ഭുതകരമായ ആ ഒരു കറാമത്ത് കണ്ടിട്ട് ഈമാൻ സ്വീകരിച്ചത്. എത്രയോ ഔലിയാക്കന്മാരുടെ ചരിത്രത്തിൽ അങ്ങനെ പിന്നീടുള്ള കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രാജാവ് എല്ലാവരെയും കൊണ്ടുവന്നു. രാജാവ് ഇന്ന് വലിയൊരു പ്രതിസന്ധിയായി. എല്ലാ ആൾക്കാരും വിശ്വസിച്ചു, ജനങ്ങളൊക്കെ വിശ്വസിച്ചു. രാജാവിന് വലിയ വെല്ലുവിളിയായി. രാജാവ് പറഞ്ഞു, നാടുകളിലൊക്കെ കിടങ്ങുകൾ നിങ്ങൾ ഉണ്ടായിക്കോളും, അതിൽ തീ കത്തിക്കാം, വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കാം, വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് കുഴികൾ ഉണ്ടാക്കിയിട്ട് തീ കത്തിക്കുക. എന്നിട്ട് രാജാവ് കൽപ്പന ചെയ്തു, മല്ലം യർജിഅൻദീനി, അവർ വിശ്വസിച്ച മതത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ, മടങ്ങിയില്ലെങ്കിൽ, ഫഖ്ഹിമൂ ഫീഹാ, അതിൽ അവരെറിഞ്ഞോളോ. ആ കത്തുന്ന തീയിലേക്ക് ആളുകളെ വലിച്ചെറിയാൻ രാജാവ് കൽപ്പന കൊടുക്കുകയാണ്. അങ്ങനെ അതാ ഒരുപാട് ആളുകൾ ഇങ്ങനെ തീയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. രാജാവിന്റെ കൽപ്പനയാണ്. പട്ടാളക്കാര് സജീവമായിരിക്കുകയാണ്. ഒരു പെണ്ണ് വരികയാണ്. ആ പെണ്ണിന്റെ ഒരു കുട്ടിയുണ്ട്. ഒരു ചെറിയ കൈക്കുഞ്ഞുമായി ഒരു സ്ത്രീ വരികയാ, ഒരു മാതാവ് വരികയാ. ഈ കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് എടുത്തു ചാടാൻ ഈ കൈക്കുഞ്ഞുമായി വന്ന സ്ത്രീക്ക് വല്ലാത്തൊരു പ്രയാസം. കുട്ടി ഓർത്തുകൊണ്ട്, മുലപ്പാല് കുടിക്കുന്ന കുട്ടിയോർത്തുകൊണ്ട് തീക്കുണ്ടാരത്തിലേക്ക് ചാടാനുള്ള ഒരു പ്രയാസം ഈ പ്രിയപ്പെട്ട മാതാവിനെ വല്ലാതെ വിഷമിപ്പിച്ചപ്പോ ആ ഒക്കത്തുണ്ടായിരുന്ന തോളിലുണ്ടായിരുന്ന കുട്ടി പറഞ്ഞു, ആ മാതാവിനോട് പിഞ്ചു പൈതല് പറയാ, യാ ഉമ്മ ഇസ്ബിരി ഫഇന്നകി അലൽ ഹഖി, പൊന്നു ഉമ്മ നിങ്ങൾ ക്ഷമിച്ചോളൂ, തീർച്ചയായും നിങ്ങൾ സത്യത്തിന്റെ മേലിലാ. ആ പിഞ്ച് കുഞ്ഞ് സംസാരിക്കുകയാണ്. ഉമ്മാനോട് പറയാം, ഉമ്മ ക്ഷമിച്ചോളൂ, നിങ്ങൾ തീക്കുണ്ടാരത്തിലേക്ക് ചാടിക്കോളൂ, ഒരു പ്രശ്നവും വേണ്ട, നിങ്ങൾ സത്യത്തിന്റെ മേലിലാ, നിങ്ങൾ സത്യത്തിന്റെ മേലിലാണ്, നിങ്ങളൊന്നും പേടിക്കണ്ട. ആ ഉമ്മാക്ക് പ്രചോദനമായി ചെറിയൊരു പിഞ്ച് പൈതൽ. ക്ഷമയുടെ ആ ഒരു വല്ലാത്തൊരവസ്ഥയിലല്ലേ അവർ ഉള്ളത്. എന്താണ് ആ ക്ഷമയുടെയൊക്കെ അവസ്ഥ? അതാ അല്ലാഹു പറഞ്ഞത്, ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും. ഇന്നമാ യുവസ്ഫസ്സാബിറൂന
അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം റബ്ബ് ഒരുക്കി വച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ പ്രതിഫലമുണ്ട്. കാരണം കത്തിച്ചൊലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് എടുത്ത് ചാടാനുള്ള ആ ഒരു പ്രോത്സാഹനം ഈമാനിന്റെ പവറാണ്. അതുകൊണ്ട് വിശ്വാസി, സത്യവിശ്വാസി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കരുത്തും കഴിവും ഉള്ളവനാകണം എന്നുള്ളതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ ഈമാനിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളെ ത്യജിക്കാനും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്തും കഴിവും ഉണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അവനിക്കുള്ള ഏറ്റവും വലിയ യോഗ്യതയായിട്ട് ഈ സന്ദർഭങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. വലിയൊരു പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും മുമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ക്ഷമ നമ്മളിൽ അത്യാവശ്യമാണ്. ക്ഷമിക്കാനുള്ള കഴിവിന് വേണ്ടി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ക്ഷമിക്കാനുള്ള ഒരു കഴിവിന് വേണ്ടിയിട്ട് പതറാതെ, തകരാതെ, തളരാതെ അള്ളാഹിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ മാർഗത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. അതിന് കരുത്തായി ഈ ഒരു സന്ദേശം ആവട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോവിഡ് നമ്മളിൽ നിന്ന് നീങ്ങുന്നില്ല എന്നല്ലെങ്കിൽ പരിപൂർണമായി നീങ്ങിപ്പോകാത്ത ഈ ഒരു സാഹചര്യത്തിൽ ക്ഷമയോടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ സ്വീകരിക്കണേ. അള്ളാഹ് പ്രതിസന്ധികൾ ഞങ്ങൾക്ക് തരല്ല റബ്ബേ, പ്രയാസങ്ങൾ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഏത് പ്രതിസന്ധികളെയും ഏത് പ്രയാസങ്ങളെയും ഈമാനിൻ്റെ കരുത്തുകൊണ്ട് തരണം ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാഹ്. റബ്ബേ, ഒരുപാട് ആളുകൾ പരീക്ഷണത്തിൽപ്പെട്ട് രോഗികളായി വിഷമിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് നീ ശിഫ നൽകണം അള്ളാഹ്. കോവിഡിന്റെ പിടിയിൽപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ റബ്ബേ വിഷമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് ശിഫ കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവേ, വീടുകളിലും ഹോസ്പിറ്റലുകളിലുമായി കഴിഞ്ഞുകൂടുന്ന അവർക്കൊക്കെ റബ്ബേ നീ ഉന്നതമായ പ്രതിഫലം നൽകണം അള്ളാഹ്. പുണ്യ റമളാന്റെ ബറക്കത്ത് കൊണ്ട് നന്നാക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളെ നോമ്പും നിസ്കാരങ്ങളും നീ സ്വീകരിക്കണം അള്ളാഹ്. റമളാനിനെ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണം അള്ളാഹ്. റബ്ബേ, ഞങ്ങളെ ഈമാനോടുകൂടി മരിപ്പിക്കണേ അള്ളാഹ്. ഞങ്ങൾക്ക് സ്വർഗം നൽകണം അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളെ ഇൽമുകളിൽ ബറക്കത്ത് നൽകണേ അള്ളാഹ്. ഞങ്ങളെ സേവനങ്ങളിൽ, ഞങ്ങളെ സമ്പത്തിൽ, ഞങ്ങളെ കുടുംബത്തിൽ, ഞങ്ങളെ നാടുകളിൽ, മഹല്ലുകളിൽ ബറക്കത്ത് നൽകണം അള്ളാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണം അള്ളാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ അള്ളാഹ്. അവർക്കൊക്കെ ഈ റമളാനിൽ, പരിശുദ്ധ റമളാനിൽ ധാരാളം നന്മകൾ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അള്ളാഹ്. അവർ ചെയ്യുന്ന നന്മകളെ നീ സ്വീകരിക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളെ ദുആ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ സാധിപ്പിക്കണം തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ അള്ളാഹ്. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ തമ്പുരാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ദുആ ചെയ്യണേ. ഉസീകു ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.